ലാൽ സലാം ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ 4-ാം ദിനം തിങ്കളാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ. സിനിമയ്ക്ക് ഇന്ന് 6,30,00,000 രൂപയോളമാണ് 8:30 വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ സിനിമ ഏത് റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ വന്നത് ഫൈനലായത് 6,88,00,000 രൂപയാണ്. അതായത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ 58,00,000 രൂപ മാത്രമാണ് കുറവ്. അത് ഇന്ന് ഫൈനൽ കടന്നു കഴിഞ്ഞാൽ 7,47,00,000 രൂപ സിനിമ കളക്ഷനായി നേടുമെന്നുള്ളതാണ്. എന്താണേലും 7 കോടിക്ക് മുകളിലായിരിക്കുന്നു സിനിമയുടെ ഇപ്പോഴത്തെ കളക്ഷൻ എന്ന് തന്നെ പറയാം. 3-ാം ദിനം 20 കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യ മലയാളി നടനാവുകയാണ്. മോഹൻലാലും ആരുമില്ല ഈ ഒരു നിവിൻ പോളിക്ക് മുന്നിൽ എന്നുള്ളതാണ്. മോഹൻലാൽ അല്ലാതെ വേറെ ഒരു നടനും ഇത്രത്തോളം വലിയ റെക്കോർഡുകളും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഒരു നോൺ മോഹൻലാൽ ഫിഗറായി വരുന്ന ഏക നടനാണ് നമ്മുടെ നിവിൻ പോളി. ഈ നിവിൻ പോളിയുടെ ഈ ഒരു റെക്കോർഡ് തീർക്കാൻ വേറെ ആർക്കും അല്ലെങ്കിൽ ഇതിനിപ്പോൾ മോഹൻലാലും പിന്നിലായിരിക്കുന്നു എന്ന് പറയാം. ഇന്ന് 4-ാം ദിനത്തിൽ സിനിമയ്ക്ക് 7 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ വരുമ്പോൾ ഇന്നും 20 കോടിക്ക് മുകളിൽ വരികയാണെങ്കിൽ അത് പുതിയ ഒരു ചരിത്രമായിരിക്കുമെന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ 16 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 കോടിയിലേക്ക് സിനിമ എത്താൻ പോവുകയാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രമായി 27 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. 5-ാം ദിനം അതായത് ചൊവ്വാഴ്ചത്തെ പ്രീസെയിൽ കളക്ഷൻ ഇതുവരെയുള്ള നിമിഷങ്ങളിൽ 200K ടിക്കറ്റ് 2 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുകയാണ്. സിനിമയ്ക്ക് 3,62,00,000 രൂപ ഇതുവരെ പ്രീസെയിലൂടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. നാളത്തെ കണക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. നാളത്തെ കളക്ഷനല്ല പ്രീസെയിലാണ് എന്നുള്ളത്. അതായത് നാളെയും 6 കോടി 7 കോടി തന്നെയായിരിക്കും സിനിമയുടെ കളക്ഷൻ. നാളെ കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. എന്താണേലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ മറ്റന്നാളത്തെ പ്രീസെയിൽ കൊണ്ട് തന്നെ സിനിമ 100 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. 3 ദിനങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 60 കോടിയാണ് എന്നുള്ളതാണെങ്കിൽ ഫൈനലായി വന്ന റിപ്പോർട്ടുകളിൽ 64 കോടി കടന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 15 കോടിക്കും 20 കോടിക്കും ഇടയിലാണ്. ഇപ്പോൾ തന്നെ 7 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി 71 കോടി ഇപ്പോൾ തന്നെ എത്തിയിരിക്കുകയാണ്. ഇതിന് മുകളിലേക്കുള്ള ഫിഗർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 78 കോടിക്ക് മുകളിൽ ഇന്ന് സിനിമ നേടുമെന്നുള്ളതാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് നിവിൻ പോളി കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ്. തിയേറ്ററുകളിൽ ഷോ കൗണ്ടുകൾ വീണ്ടും കൂടുന്നു. തിരുവോണ നാളിൽ ഏർലി മോർണിംഗിൽ മുതൽ സിനിമയുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. 6 മണിക്ക് തൊട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യ വാരം പിന്നിടുമ്പോൾ അല്ലെങ്കിൽ 5 ദിനങ്ങൾ കഴിയുമ്പോഴും സിനിമയ്ക്ക് ആ റേഞ്ചിലേക്കുള്ള തിരക്ക് തന്നെയാണ്. ഓരോ ദിവസവും തിരക്ക് കൂടുന്നു, ടിക്കറ്റുകൾ വിറ്റ് പോകുന്നത് കൂടുന്നു എന്നുള്ള കാഴ്ചയാണ്. ഞായറാഴ്ച 4 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. തിങ്കളാഴ്ച സിനിമയ്ക്ക് 3,75,000 ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. ഇന്നും ആ 4 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയും ചെയ്യുകയാണ്. നാളെയും അതേ രീതിയിലാണ് പ്രീസെയിലൂടെ 2 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും റെക്കോർഡിന് മുകളിൽ റെക്കോർഡിട്ട് നിവിൻ പോളി കുതിക്കുന്നു. ഈ ഒരു സിനിമ 100 കോടിയിലേക്ക് എന്നെത്തുമെന്ന് കമൻസിലൂടെ എന്ന് പറയാം. ലാൽ സലാം.